കെ.ടി. അനൂപിനെ മാനേജരാക്കി ഇരിട്ടി ഹൈസ്കൂൾ ഭരണസമിതിക്ക് കോടതി അംഗീകാരം നൽകിയതായി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ഇരിട്ടി ഹൈസ്കൂൾ മാനേജരായി കെ.ടി. അനൂപിനെ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ 2022 അംഗീകരിച്ചിരുന്നു. ഈ ഉത്തരവ് തടഞ്ഞുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവ് കേരള ഹൈക്കോടതി റദ്ദ് ചെയ്തതായാണ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചത്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവിനെതിരെ കെ.ടി. അനൂപ് കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിലാണ് കോടതിയുടെ ഉത്തരവ്. 4/2022 മുതൽ ഇരിട്ടി ഹൈസ്കൂൾ മാനേജറായി എന്നെ അംഗീകരിച്ച തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറുടെ ഉത്തരവാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 35/765/2022 എന്ന് പറയുന്ന കേസിൽ അതിലെന്താണ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എക്സിബിറ്റ് P32 എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയുടെ ഉത്തരവാണ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ കൂത്തുപറമ്പ് കോടതിയുടെ കോമൺ ജഡ്ജ്മെൻറ്റ് പ്രകാരം നമ്മുടെ ഇരിട്ടി ഹൈസ്കൂൾ സൊസൈറ്റിക്ക് പ്രീ KER സ്കൂളാണ് ഇരിട്ടി ഹൈസ്കൂൾ. അതായത് KER വരുന്നതിന് മുമ്പേ ഉള്ള സ്കൂളാണ്. അപ്പം അത്തരം സ്കൂളുകൾക്ക് എക്സിസ്റ്റിംഗ് സ്കൂൾ എന്നാണ് അത്തരം സ്കൂളുകളുടെ പറയുക. അത്തരം സ്കൂളുകളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ചാപ്റ്റർ 3 റൂൾ 2 പ്രകാരം അംഗീകരിക്കേണ്ട ആവശ്യമില്ലാന്ന് കൂടിയായിരുന്നു ഞങ്ങളുടെ കോടതിയിൽ കൊടുത്ത ഇത്. അതിലെതിർകക്ഷികളായിട്ട് വിദ്യാഭ്യാസ സെക്രട്ടറി, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, അതുപോലെ തന്നെ നമ്മുടെ DPI, DD, അതുപോലെ തന്നെ തലശ്ശേരി DU കുഞ്ഞിമാധവനും, അതുപോലെ തന്നെ ശ്രീ രാമദാസ്, ഇങ്ങനെ എതിർകക്ഷികളെ വെച്ചുകൊണ്ട് കൊടുത്ത കേസ് 41/47/2023 എന്ന് പറഞ്ഞാൽ PK രാമദാസും കുഞ്ഞിമാധവനും കൂടി വേറൊരു കേസ് ആ സമയത്ത് ഇതിൻ്റെ കണക്റ്റഡ് കേസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസിൽ അവർ ആവശ്യപ്പെട്ടത് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ മാനേജറായിരിക്കുന്നപ്പം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റദ്ദ് ചെയ്ത ഭരണഘടന, ഇരിട്ടി ഹൈസ്കൂൾ സൊസൈറ്റി ഭരണഘടന, അത് റദ്ദ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ 5ഓളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നും അതിനെ ജനറൽ ബോഡി വിളിച്ചിട്ടല്ല ആ ഭരണഘടന അംഗീകരിച്ചതെന്നും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് റദ്ദ് ചെയ്തത്. ആ റദ്ദ് ചെയ്തതിനെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കുഞ്ഞിമാധവനും PK രാമദാസും കേരള ഹൈക്കോടതിയിൽ വേറെ കണക്റ്റഡ് കേസും കൂടി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കേസിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ്മെൻറ്റിൽ കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ഞങ്ങൾ ആശാ ജഡ്ജിൻ്റെ 2019 ജഡ്ജ്മെൻറ്റ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ എതിർകക്ഷിയായ കുഞ്ഞിമാധവൻ ചോദ്യം ചെയ്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞത്, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഒരു പബ്ലിക് മാറ്ററാണ്, ഒരു സാധാരണ സൊസൈറ്റിയിലെ ഇലക്ഷൻ. ഇത്തരം കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഇതിന് ആവശ്യമില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഫോറം എന്ന് പറയുന്നത് സിവിൽ കോടതികളാണ്. സിവിൽ കോടതിയിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി സമീപിക്കാമെന്നായിരുന്നു അന്നേരം പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരവ് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് നിയാസ് സാറ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ഇതുണ്ടെങ്കിൽ, അതായത് പറയുന്നത് വെച്ചാൽ the division bench dismissed the writ petition, writ appeal filed against the order in review, further held that election to a corporate management was purely a private affair and had nothing to do with any public function, and therefore the request for conducting an election to the private body was not a matter which this court should be adjudicated. ഈ കോർട്ടിൻ്റെ ഇതിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല. It was open for any aggrieved party to approach സിവിൽ കോടതിയെ സമീപിക്കാം. അപ്പോൾ അത് തന്നെയാണ്, ആ ഉത്തരവ് തന്നെയാണ് ഇവിടെ വീണ്ടും കോടതി എടുത്ത് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ കോടതി കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ തീരുമാനമായിട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ ഞങ്ങൾ നടത്തിയ എലക്ഷൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ല, ഈ സ്കൂൾ സൊസൈറ്റീൻ്റെ ബൈലോയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഭരണഘടന നിലവിലുള്ളത് കൊണ്ട് അത് പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അതുകൊണ്ട് ഇലക്ഷൻ അസാധുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ദ സെറ്റ് റീസൺ നെക്സ്റ്റ് P32 എന്ന് പറയുന്നത്
നമ്മളുടെ സെക്രട്ടറിയുടെ അപ്രൂവൽ പിന്നെ റദ്ദ് ചെയ്ത ഉത്തരവാണ്. അത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ and the reason for interfering with the same by exhibit you cannot stand the scrutiny of law for more than one reason. അതായത് ഒന്നിൽ കൂടുതൽ റീസൺ കൊണ്ട് ഈ സെക്രട്ടറിയുടെ ഉത്തരവ് തികച്ചും തെറ്റാണ്. an election was conducted. പിന്നെ ഇവർ അതുപോലെ തന്നെ ഞങ്ങളുടെ എതിർകക്ഷികൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് അവർ നടത്തി ആ ഭരണസമിതിയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് മുമ്പിൽ അവർ ഒരു പിന്നെ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കോടതി പറയുന്നത് വെച്ചാൽ an election was conducted based on a new bylaw which was set aside by the education authorities on 12/7/22. അതായത് 12/7/22 പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനപ്രകാരം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ തീരുമാനപ്രകാരം സെറ്റ് അസൈഡ് ചെയ്ത്, അതായത് റദ്ദ് ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പിന് ഒരു വാല്യൂ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൂടാതെ പറഞ്ഞിട്ടുള്ളത് any action taken before passing of Exhibit P31 under the new constitution approved at the instance of P.K. Ramdas and others could not have countenanced more so. കാരണം നമുക്ക് ഒരു കാരണവശാലും പിന്നെ എക്സിബിറ്റ് P31 പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതാണ്. കാരണം അത് പിൽക്കാലത്ത് പിന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ കണ്ണൂർ റദ്ദ് ചെയ്തു. അങ്ങനെ റദ്ദ് ചെയ്തപ്പെട്ട ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറയുന്നത് വെച്ചാൽ അവസാനം പറയുന്നത് വെച്ചാൽ the order passed by the education authorities approving second petition is as manager is upheld. Second petition രണ്ടാം പിന്നെ പരാതിക്കാരൻ സെക്കൻഡ് petition എന്ന് പറയുന്നത് ഞാനാണ്. അപ്പം ഞാൻ കൊടുത്ത എന്നെ അംഗീകരിച്ച പിന്നെ ഉത്തരവ് അത് അപ്ഹെൽഡ് ചെയ്യും, അത് പിന്നെ ശരിയാണെന്ന് കോടതി പറയുന്നു. കൂടാതെ till the said order is modified or annulled or varied in a proceeding known to law by a civil court, the continuance of second petition based on the approval granted by the education authorities is treated as valid. അതായത് ഈ ഉത്തരവ് വേറെ ഏതെങ്കിലും സിവിൽ കോടതി തടയുന്നത് വരെയോ മോഡിഫൈ ചെയ്യുന്നത് വരെയോ അത് ഇല്ലാതാക്കുന്നത് വരെയോ പിന്നെ ഇടുക്കി ഹൈസ്കൂൾ മാനേജറായിട്ട് എനിക്ക് തുടരുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള ഇതാണ് കോടതി ഈ ഒരു പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു ഉത്തരവിൻ്റെ കൂടെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 41/47/2023 അതായത് റദ്ദ് ചെയ്യപ്പെട്ട ബൈലോന ഭരണഘടനയെ ചാലഞ്ച് ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ P.K. രാമദാസും കുഞ്ഞുമാധവനും കൊടുത്ത പിന്നെ കേസ് കോടതി തള്ളിക്കളഞ്ഞിട്ട് അതിൽ യാതൊരു തരത്തിലുമില്ല. അത് പിന്നെ വേണ്ട രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് അത് റദ്ദ് ചെയ്തതെന്ന് പറഞ്ഞത് തള്ളിയിട്ടാണ്. ഇരിട്ടി ഹൈസ്കൂൾ പ്രസിഡന്റായി ഡോക്ടർ അബ്ദുറഹ്മാൻ പൊയ്ലൻ, സെക്രട്ടറിയായി KT അനൂപ്, ട്രഷററായി KT ജയപ്രകാശ് എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നതെന്നും സെക്രട്ടറിയാണ് മാനേജരായി പ്രവർത്തിക്കേണ്ടതെന്നും ഇവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു.